സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ചരിത്ര സെമിനാർ ഇതിനാല് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ 74ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പയ്യാവൂർ സേക്രട്ടേറിയറ്റ് ഒരുക്കുന്ന ചരിത്ര സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നവരെ ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തട്ടെ. തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രിൻസിപ്പൽ ഡോക്ടർ PM ഇസ്മായിൽ സാർ. തൊട്ടു പിന്നാലെ പേപ്പർ അവതരിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലെ ലയോള സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ VJ സ്കറിയ സാർ. അതിനു പിന്നാലെ നമ്മുടെ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്റർ ശ്രീ PM മാത്യു സാർ. സമയ പരിമിതി കൊണ്ട് തന്നെ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം പേപ്പർ അവതരിപ്പിക്കുവാൻ ശ്രീ ഇസ്മായിൽ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഈ പ്രഭാഷണ പരിപാടി ഇത്തരത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച സ്കൂളിന്റെ മാനേജ്മെന്റിനെയും അതേപോലെ അധ്യാപകരെയും ആദ്യമായി അനുമോദിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം വൈവിധ്യമുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. നെഹ്റു തന്നെ നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം എന്നതാണ്. അപ്പൊ നമ്മുടെ രാഷ്ട്രം ഒരുപക്ഷെ ലോകത്ത് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലോകത്തുള്ള സംസ്കാരങ്ങളിൽ അനുസ്യൂതമായ സംസ്കാരം അവകാശപ്പെടാൻ കഴിയുന്ന 2 രാഷ്ട്രങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് എന്നാണ്. ഇന്ത്യ യൂറോപ്പിനെ പോലെ, ഏകദേശം യൂറോപ്പിനെ പോലെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളും പ്രാദേശിക ഭാഷകളും പ്രാദേശിക സംസ്കൃതികളും ഒക്കെ വളരെ മികച്ച രീതിയിൽ വളർന്നു വന്നവയാണ്. ഇത്തരത്തിലുള്ള ഈ വൈവിധ്യപൂർണമായ സംസ്കാരം ഒരു ഒറ്റ ദേശീയതയായി വളർന്നു വന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് എന്ന് നമുക്കറിയാം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യ ദേശീയമായി, ഇന്ത്യ എന്നൊരു രാഷ്ട്രം രൂപപ്പെട്ടു വന്നു എന്ന് നമുക്കറിയാം. എങ്ങനെ ഈ രാഷ്ട്രം രൂപപ്പെട്ടു വന്നു ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എന്തിന് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നു. നമ്മുടെ കുട്ടികളൊക്കെ, ബൈബിൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ബൈബിളിലെ കാനാൻ ദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം. അതേപോലെ വളരെയേറെ സമ്പത്തുള്ള, വളരെയേറെ വിഭവങ്ങളുള്ള ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം. അത്തരത്തിൽ വലിയ തോതിൽ വിഭവങ്ങളുള്ള രാഷ്ട്രമായതുകൊണ്ടാണ് ഭാരതത്തിലേക്ക് യൂറോപ്യന്മാർ പല രീതിയിൽ ശ്രമിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. അവരിവിടേക്ക് വന്നതിന് പ്രധാനമായിട്ടും നമ്മൾ 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ 3 ആഗ്രഹങ്ങൾ. ഒന്ന് സമ്പത്താർജിക്കുക, മറ്റൊന്ന് പ്രശസ്തി നേടിയെടുക്കുക, മൂന്നാമതൊന്ന് അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കുക. സാധാരണ ഇംഗ്ലീഷിൽ ഇതിന് ഗോൾഡ്, ഗ്ലോറി, ഗോഡ് എന്നിങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ വിവിധ യൂറോപ്യന്മാർ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു. അവരിൽ തന്നെ ഇംഗ്ലീഷുകാർ ഏതാണ്ട് 1 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന പോരാട്ടത്തിലൂടെ ഇന്ത്യയെ അവർ കീഴ്പ്പെടുത്തി. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴ്പ്പെടുത്തിയത്. ഈ ബ്രിട്ടീഷ് കീഴ്പ്പെടുത്തലിന്റെ ഭാഗമായി നമ്മുടെ രാജ്യം ചരിത്രത്തിലാദ്യമായി രാഷ്ട്രീയമായി ഏകീകരിക്കപ്പെട്ടു. അതേസമയം തന്നെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഓരോ ഘട്ടത്തിലും ആ ഭരണത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളും ഇന്ത്യയിൽ ഉയർന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ നമുക്ക്
വിശാലമായ അർത്ഥത്തിൽ രണ്ട് ഘട്ടങ്ങളായി വിഭജിക്കാവുന്നതാണ്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള പരമ്പരാഗത രീതിയിലുള്ള ചെറുത്തുനിൽപ്പും, രണ്ടാമത്തത് ആധുനിക ദേശീയബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പ്. ഞാനിവിടെ പ്രധാനമായിട്ടും ഈ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള പരമ്പരാഗത ചെറുത്തുനിൽപ്പിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ മുൻകാല വിദേശ ആക്രമികളിൽ നിന്നും മൗലികമായി വ്യത്യസ്തമാണ് ബ്രിട്ടീഷ് ആക്രമണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന് അവർ ഇന്ത്യയിൽ 2 നൂറ്റാണ്ടുകാലം ഭരണം നടത്തിയെങ്കിലും ഒരു ഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാകാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് വന്ന അനേകം വിദേശ ആക്രമികൾ അവരൊക്കെ ഇന്ത്യൻ മണ്ണിൽ സ്ഥിരതാമസമാക്കുകയും ഭാരതീയ സംസ്കാരത്തിന്റെ വൈവിധ്യത്തിലേക്ക് അവരുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ട് ഇന്ത്യയുടെ ഭാഗമാവുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ 2 നൂറ്റാണ്ടുകാലം നമ്മുടെ രാജ്യത്ത് നിലനിന്നുവെങ്കിലും, നമ്മുടെ രാജ്യത്തെ ഭരിച്ചുവെങ്കിലും ഒരിക്കലും ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാകാൻ അവർ തയ്യാറായില്ല. മറിച്ച് ഇന്ത്യയിലെ സമ്പത്ത് വലിയ തോതിൽ കൊള്ള ചെയ്തു കൊണ്ടുപോയി ബ്രിട്ടനെ വളർത്തിയെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ത്യയിലെ സമ്പത്ത് കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് നേതാക്കന്മാർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ദാദാഭായ് നവറോജിയെ പോലുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്നുള്ള ഈ സമ്പത്ത് കൊള്ള ചെയ്യലിനെ കുറിച്ച് വളരെ വിശദമായ സിദ്ധാന്തങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഡ്രെയിൻ തിയറി, ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ദാദാഭായ് നവറോജിയാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വശത്ത് അതുവരെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്ന ഇന്ത്യയെ സാമ്പത്തികമായി കൊള്ളയടിക്കുക, നമ്മുടെ സമ്പന്നമായ പരമ്പരാഗത വ്യവസായങ്ങളെ സമ്പൂർണമായി തകർത്തുകൊണ്ട് ഇന്ത്യയെ യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ കമ്പോളമാക്കി മാറ്റുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ രാജ്യത്തെ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണ കേന്ദ്രമായും ബ്രിട്ടൻ അധപ്പതിപ്പിച്ചു. ഒരു വശത്ത് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഇടമാക്കി ഇന്ത്യയെ മാറ്റി, മറുവശത്ത് യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ കമ്പോളമാക്കി ഇന്ത്യയെ മാറ്റി തീർത്തു. അതേപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളെ തകർത്തതോടൊപ്പം നമ്മുടെ കാർഷിക മേഖലയെയും ബ്രിട്ടൻ തകർത്തു. നമ്മുടെ കൃഷിക്കാർക്ക് കൃഷിഭൂമിയിൽ ഉണ്ടായിരുന്ന അവകാശങ്ങൾ നഷ്ടപ്പെടുത്തി സമ്പൂർണമായും അവരെ ദരിദ്രരാക്കി തീർക്കുകയും ഇന്ത്യയെ ഒരു കാർഷിക രാജ്യമാക്കി, അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കോളനിയാക്കി ബ്രിട്ടൻ മാറ്റി തീർത്തു. ഇതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയും. ഈ ചെറുത്തുനിൽപ്പിന്റെ മുഖ്യ കാരണം നമ്മുടെ ദരിദ്രവൽക്കരണമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ദരിദ്രവൽക്കരണമാണ്. 1760കളിൽ പ്ലാസി യുദ്ധത്തിന് ശേഷമുള്ള നാളുകളിൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പും ഇന്ത്യയിൽ ഉയർന്നു വന്നതായി നമുക്ക് കാണാൻ കഴിയും. 1767 മുതൽ 70 വരെയുള്ള 3 വർഷക്കാലത്തിനിടയിൽ ബംഗാളിലെ മൊത്തം ജനസംഖ്യ, അന്ന് ബ്രിട്ടീഷ് ഭരണത്തിൽ ഉണ്ടായിരുന്നത് ബംഗാൾ പ്രവിശ്യയാണ്, ബംഗാളിലെ മൊത്തം ജനസംഖ്യയുടെ 1/3 മരണപ്പെടുന്ന രീതിയിലുള്ള കൊടിയ ക്ഷാമം വളർന്നു വരികയും ഈ ക്ഷാമത്തിനെതിരായിട്ടും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടും അക്കാലത്തെ ജനങ്ങൾ, തദ്ദേശീയരായ ജനങ്ങൾ അവരുടെ രീതിയിലുള്ള കലാപങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ കലാപമാണ് സന്യാസി കലാപം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഈ കലാപത്തെ ആസ്പദമാക്കിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആനന്ദമഠം എന്ന നോവൽ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കം മുതൽ തന്നെ അവരുടെ സാമ്പത്തിക ചൂഷണത്തിനെതിരായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷാമവും കൂട്ടമരണവുമായിരുന്നു. ഇത്തരത്തിലുള്ള കൊടിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് കാരണമായി. ഈ പോരാട്ടങ്ങളെ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നു. 1760കളിലെ സന്യാസി കലാപങ്ങൾ തൊട്ട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള കാലഘട്ടത്തിലെ പോരാട്ടങ്ങളാണ്
പരമ്പരാഗത ഇന്ത്യയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ. ഇതിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഇന്ത്യയിലെ നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും നേതൃത്വത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളാണ് അവയിലൊന്ന്. ഇപ്പോ ടിപ്പു സുൽത്താന്റെ പോരാട്ടം, പഴശ്ശിരാജാവിന്റെ പോരാട്ടം, മറാത്ത പേഷ്വമാരുടെ പോരാട്ടം, ഇത്തരത്തിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമുള്ള നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ചു. എന്നാൽ അതിലുപരിയായി നമ്മുടെ നാട്ടിലെ കർഷകർ, ഗോത്ര ജനവിഭാഗങ്ങൾ ഇവരൊക്കെ നടത്തിയ വളരെ ദീർഘമായ പോരാട്ടങ്ങൾ ഇക്കാലഘട്ടത്തിൽ നടന്നു. കേരളത്തിൽ നമ്മുടെ അടുത്ത പ്രദേശമായ മാനന്തവാടി ഉൾപ്പെടുന്ന വയനാട് ജില്ലയിലെ കുറിച്യ കലാപങ്ങൾ തൊട്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലും അതുപോലെ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് കർഷകരുടെയും ദലിത് ജനവിഭാഗങ്ങളുടെയും ഗോത്ര ജനവിഭാഗങ്ങളുടെയും പോരാട്ടങ്ങൾ നടന്നിരുന്നു. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ പരമ്പരാഗത ഇന്ത്യയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി നടന്ന പോരാട്ടങ്ങൾ പ്രധാനമായും ഗോത്ര ജനവിഭാഗങ്ങളുടെയും കർഷകരുടെയും ദലിത് വിഭാഗങ്ങളുടെയും പോരാട്ടങ്ങളാണ്. അതോടൊപ്പം പരമ്പരാഗത ഭരണം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പഴശ്ശിരാജയും ടിപ്പു സുൽത്താനും ഉൾപ്പെടെയുള്ള നാടുവാഴികളും ഭരണാധികാരികളും നടത്തിയ പോരാട്ടങ്ങളുമുണ്ട്. ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞ് ഈ പോരാട്ടങ്ങളൊക്കെ പരാജയമാണ്. ഇക്കൂട്ടത്തിൽ വരുന്ന പോരാട്ടങ്ങളാണ് നമ്മുടെ മലബാറിലെ മാപ്പിള കലാപങ്ങൾ. ഈ പോരാട്ടങ്ങളൊക്കെ പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സവിശേഷത ആധുനിക മുതലാളിത്ത സാമൂഹിക ക്രമത്തിൽ വളർന്നു വന്ന വളരെ വലിയ തോതിൽ വികസിച്ചു വന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി ഉയർന്നു വന്ന ബ്രിട്ടീഷ് ഭരണത്തെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ആധുനിക അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന് പോരാട്ടം നടത്തണം എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം 1880-കൾ മുതൽ വലിയ തോതിലുള്ള ആധുനിക കാഴ്ചപ്പാടോടുകൂടിയുള്ള പോരാട്ടങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഇത് വളരെ വിശദമായ ഒരു അധ്യായമാണ്. ഈ അധ്യായത്തെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വിദ്യാർത്ഥികളായ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തുള്ള ഏതൊരു രാഷ്ട്രത്തിൽ നടന്ന പോരാട്ടത്തെക്കാളും ലോകത്ത് നടന്നിട്ടുള്ള വിമോചന പോരാട്ടങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ജനപങ്കാളിത്തവും ഏറ്റവും അധികം ആശയവ്യക്തതയും ഏറ്റവും അധികം സമഗ്രതയുമുള്ള പോരാട്ടമായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പോരാട്ടം. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരു മതനിരപേക്ഷ രാഷ്ട്രം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക. ഇത്തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള ശ്രമം നടത്തുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകമായി അനുമോദിക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് നമ്മുടെ ഏറ്റവും വലിയ ഊർജ സ്രോതസ് എന്ന് മനസ്സിലാക്കി അതിന്റെ നേട്ടങ്ങൾ സ്വാംശീകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിക്കുവാനാണ് ഞാൻ ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നത്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇസ്മായിൽ സാറിന്റെ പേപ്പർ നമ്മൾ ഇപ്പോൾ കേട്ടു. ഇനി സമരവും സ്വാതന്ത്ര്യവും ഗാന്ധിജിയിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുവാൻ ശ്രീ VJ സ്കറിയാസ് സാറിനെ ക്ഷണിക്കുകയാണ്. ഗാന്ധിജി 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ ഒരു വ്യക്തിയാണ്, ചരിത്ര പുരുഷനാണ്. അദ്ദേഹത്തെ ചരിത്ര പുരുഷനാക്കിയത് ഒരു കാരണവശാലും ഹിറ്റ്ലർ ചരിത്ര പുരുഷനായതുപോലെയോ മുസോളിനി പോലെയോ ലെനിൻ പോലെയോ സ്റ്റാലിൻ പോലെയോ അതുപോലെ ഹിരോഹിതോ പോലെയോ അല്ല. അദ്ദേഹം ചരിത്ര പുരുഷനായത് മനുഷ്യന് വേണ്ടിയും മനുഷ്യരാശിക്ക് വേണ്ടിയും നമ്മളെ അടച്ചു ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരായി സൗത്ത് ആഫ്രിക്കയിൽ പോരാടുകയും നമുക്ക് വേണ്ടിയും ഇന്ത്യയിലെ ജനതയ്ക്ക് വേണ്ടി പോരാടുകയും ഇന്ത്യയിൽ ജനതയ്ക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ഒരു മഹാനായ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വെപ്പൺസ് ആറ്റം ബോംബിനേക്കാളും മിസൈലിനേക്കാളും നൈട്രജൻ ബോംബിനേക്കാളും ശക്തിവത്തായ അഹിംസാ മാർഗങ്ങളാണ്. അതിലൊന്നാണ് നമുക്കറിയാവുന്നതുപോലെ സത്യാഗ്രഹ മാർഗം, രണ്ടാമത്തേതാണ് നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്, മൂന്നാമത്തേതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്,
നാലാമത്തേതാണ് നമ്മുടെ ഖാദി എല്ലാവരും ഉപയോഗിക്കുക. 1901 ആദ്യമായി കൽക്കട്ടയിൽ നടക്കുന്ന വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ ഗാന്ധിജി പങ്കെടുക്കുകയും ഗോഖലെയുടെ നിർദ്ദേശപ്രകാരം, തിലകിന്റെ ഇൻവിറ്റേഷൻ പ്രകാരം, ബാനർജിയുടെ ഇൻവിറ്റേഷൻ പ്രകാരം, ചന്ദ്രസിംഗ് ബാലാജിയുടെ ചന്ദ്രസിംഗ് ആസാദിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ അതിന് ആ കമ്മിറ്റി പങ്കെടുക്കുകയും ഗോഖലെയുടെ ഇൻവിറ്റേഷൻ പ്രകാരമാണ് 1914-15 മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത്. ആ സന്ദർഭത്തിലാണ് ചമ്പാരൻ ആദ്യമായി സത്യാഗ്രഹവാദം തുടങ്ങി. ചമ്പാരൻ സത്യാഗ്രഹം കൊടുക്കുക, അവിടുത്തെ കലക്ടറിന് പെറ്റീഷൻ കൊടുക്കുക, അങ്ങനെ ആ സിസ്റ്റം അവസാനിപ്പിക്കുകയും വർഷങ്ങളായി കൃഷി ചെയ്യുന്ന സ്ഥലം കർഷകന് കൊടുക്കാനുള്ള ഓർഡർ സമ്പാദിച്ചതിന് ശേഷമാണ് അത് ചമ്പാരൻ വരുന്ന 1916. അതിനുശേഷം അഹമ്മദാബാദിൽ വന്ന് അഹമ്മദാബാദിൽ കല്യാൺ ഡിസ്ട്രിക്ട് ഒരു ഡിസ്ട്രിക്റ്റിൽ മൊത്തം കൃഷി മൊത്തം നശിച്ചു പോയി. അവിടേക്ക് ഗാന്ധി പോയി അവിടെ സത്യാഗ്രഹം ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അഹമ്മദാബാദിൽ മിൽ വർക്കേഴ്സിന്റെ ഒരു സമരത്തിൽ അതും അവിടെ സത്യാഗ്രഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും മിൽ വർക്കേഴ്സിനെ മില്ലുകാർ ഭയങ്കരമായി അടിച്ചമർത്തിക്കൊണ്ടിരുന്ന് ഇഷ്ടപോലെ പറഞ്ഞു വിടുകയും ഗ്രാറ്റുവിറ്റി ഒന്നും കൊടുക്കാതിരിക്കുകയും അവരുടെ ആനുകൂല്യം കൊടുക്കാതിരിക്കുകയും ചെയ്തിരുന്നപ്പോൾ ലക്ഷക്കണക്കിനുണ്ടായിരുന്ന മിൽ വർക്കേഴ്സിന് വേണ്ടി സത്യാഗ്രഹം ചെയ്യും. അതും മിൽ വർക്കേഴ്സിന്റെ ഡിമാൻഡുകളൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്തു. 1919 റവലത്ത് ആക്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ ഗാന്ധി സത്യാഗ്രഹം തുടങ്ങുകയും അതുപോലെ തന്നെ അതിനോടുകൂടി കുനോട്ട് ഓപ്പറേഷൻ മൂവ്മെന്റിന്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. പഞ്ചാബിൽ വെച്ച് ജാലിയൻ വാലാബാഗിൽ വെച്ച് ഇന്ത്യക്കാരെ കൂട്ടക്കവ ചെയ്തു. അപ്പൊ അഹിംസാ സിദ്ധാന്തം വെടിഞ്ഞ് ഇന്ത്യക്കാർ പലരും ബോംബെറിയുകയും പല പോലീസുകാരും പല ആൾക്കാരും മരിക്കുകയും ബ്രിട്ടീഷുകാരെ വളരെ കൊന്നൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഉടനെ സഡൻലി നോൺ കോപ്പറേഷൻ മൂവ്മെന്റും സത്യാഗ്രഹ മൂവ്മെന്റും ഗാന്ധിജി പിൻവലിക്കുകയും ചെയ്തു. ഗാന്ധിജി വളരെ ബുദ്ധിമാനായിരുന്നു. കാരണം മുസ്ലിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഷൗക്കത്ത് അലിയുടെയും മുഹമ്മദ് അലിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങുകയും കോൺഗ്രസ് അതിനെ അംഗീകരിക്കുകയും ഖിലാഫത്ത് മൂവ്മെന്റ് കാലത്തും നിങ്ങളാരും പള്ളിക്കൂടത്തിൽ പോകരുത്, കോർട്ടിൽ പോകരുത്, പഠിക്കാൻ വേണ്ടി പോകരുത്, ടാക്സ് കൊടുക്കരുത്, അങ്ങനെ ഗവൺമെന്റുമായിട്ട് ഒരു രീതിയിലുള്ള സഹകരണവും ചെയ്യരുതെന്ന് ഖിലാഫത്ത് മൂവ്മെന്റ് കാലത്ത് തുടങ്ങി. അങ്ങനെ ഖിലാഫത്ത് മൂവ്മെന്റ് നല്ല രീതിയിൽ നടക്കുന്ന കാലത്ത് 1922 നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1922 ചൗരി ചൗര എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ സമാധാനപരമായ യാത്ര പോകുമ്പോൾ പോലീസുകാർ പുറകെ വന്നവരെ പിടിച്ച് കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയോ കുടച്ച് ഇതറിഞ്ഞ ഉടനെ ജനങ്ങൾ തിരിഞ്ഞു ചെല്ലുകയും പന്തം കൊടുത്ത് രാത്രിയിലായിട്ട് സംഭവം നടന്നു. ജനങ്ങൾ തിരിഞ്ഞു ചെല്ലുകയും ആ പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും ഏകദേശം ചരിത്രം പറയുന്നത് 22ഓളം പോലീസുകാർ ബന്ധുമരിക്കുകയും ചെയ്തു. ഉടനെ അദ്ദേഹം ഈ മൂവ്മെന്റും അതായത് ഖിലാഫത്ത് മൂവ്മെന്റും അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. ഇന്ത്യൻ വൈസ്രോയായ ലോർഡ് ഇർവിന്റെയൊക്കെ സമ്മർദ്ദത്തോടുകൂടി പല റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നു. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഫെയിലാവുന്നു. രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അദ്ദേഹം പോയിട്ട് തിരിച്ചു വരുന്നു. പിന്നെയും പ്രക്ഷോഭങ്ങളൊക്കെ തുടങ്ങി. ആ സമയത്ത് 1929 ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരികയും അങ്ങനെ കൊണ്ടുവരികയും കുറേ കൺസെഷൻ നമുക്ക് തരികയൊക്കെ ചെയ്തിരുന്നു. എന്നാലും ഗാന്ധി ഒരിക്കലും ഇതിലൊന്നും സംതൃപ്തനായിരുന്നില്ല. കുറേ കാലങ്ങളിൽ ഈ കോൺഗ്രസ്സിൽ എതിർപ്പും തീവ്രവാദികൾ ഭഗത് സിംഗ് അടക്കമുള്ള തീവ്രവാദികളൊക്കെ ഉണ്ടായെങ്കിലും അതിനൊന്നും ഒരിക്കലും മഹാത്മാഗാന്ധി സപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് എപ്പോഴും അഹിംസാ മാർഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ കാലങ്ങളിൽ ഭയങ്കര നിർബന്ധമായ റിക്രൂട്ട്മെന്റ് ഇന്ത്യയിൽ പട്ടാള റിക്രൂട്ട്മെന്റ്, നിർബന്ധമായ ടാക്സുകൾ, കർഷകരോട് നിങ്ങൾ കൃഷി ചെയ്യേണ്ടത് ഏതാണെന്ന് കർഷകരോട് പറയുക, അതിന് പ്രത്യേക ടാക്സ്, അതായത് നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കോട്ടൺ കൃഷി ചെയ്യണമെന്ന് പറയും, അവിടെ വ്യവസായങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നിർബന്ധമായ പട്ടാളത്തിൽ ചേർക്കുക. അങ്ങനെ എല്ലാവിധമായ നടത്താൻ പറ്റുന്ന ക്രൂരമായ എല്ലാവിധ സിസ്റ്റങ്ങളും ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു 1940 ശേഷം. അതിനുവേണ്ടി 1942 കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. മഹാത്മാഗാന്ധി ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു. അതാണ് ബ്രിട്ടീഷുകാരുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് നമ്മൾ എപ്പോഴും പറയും. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്
ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് മഹാത്മാഗാന്ധി ഒരു സ്ലോഗൻ കൊടുത്തിരുന്നു, ഡു ഓർ ഡൈ. ദാറ്റ് ഈസ് വെരി ബിഗ് സ്ലോഗൻ ആൻഡ് ദാറ്റ് സ്ലോഗൻ ഈസ് സ്റ്റിൽ എക്സിസ്റ്റ്. ദാറ്റ് ഈസ് ഡു ഓർ ഡൈ ആൻഡ് ഡു ഓർ ഡൈ ഫോർ വളരെയധികം പ്രാബല്യമാകുകയും അങ്ങനെ 1946 ആയപ്പോഴത്തേന് പിന്നെ ക്യാബിനറ്റ് മിഷൻ വരികയും നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അവർക്ക് ഇന്ത്യയെ ഭരിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പാക്കുകയും അങ്ങനെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാനായിട്ട് തീരുമാനിക്കുകയും. നമ്മുടെ മഹാത്മാഗാന്ധി അത് 3 വെടിയേറ്റ് വീഴുമ്പോൾ, നഥുറാം ഗോഡ്സിന്റെ ബുള്ളറ്റേറ്റ് വീഴുമ്പോൾ അദ്ദേഹം പറഞ്ഞ ലാസ്റ്റ് വേഴ്സാണ് ഹരേ റാം ഹരേ റാം ഹരേ റാം. ഗാന്ധിയെ എപ്പോഴും ഓർക്കുകയും അതേ പാതയിൽ കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ട്രൂത്ത് ഈസ് ഗോഡ്, ഗോഡ് ഈസ് ട്രൂത്ത്. ട്രൂത്ത് ഈസ് ഗോഡ് ആൻഡ് ട്രൂത്ത് ഈസ് ഗുഡ്. അദ്ദേഹം പഠിപ്പിച്ച നോൺ വയലൻസ് ആൻഡ് നോൺ വയലൻസ് മെത്തേഡിലൂടെ സെൽഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സേവിക്കാനുള്ള രാജ്യകർത്താക്കളെ, ഭരണകർത്താക്കളെ നമുക്ക് തരട്ടെ എന്ന് മഹാത്മാഗാന്ധിയോടുപോലും നമുക്ക് അഭിനയിക്കാം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. ഇന്ന് 2020 നിൽക്കുമ്പോൾ 73 വർഷം പിന്നിട്ട ഈ കാലഘട്ടത്തിൽ സ്വതന്ത്രാനന്തര ഇന്ത്യയെ അവലോകനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്നത് ശ്രീ PM മാത്യു സ്വാമി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിൻ്റെ 73ാം സ്വാതന്ത്ര്യ ദിനം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 73 വർഷം തികയുന്ന ദിവസങ്ങൾ ആസന്നമായിരിക്കുക. ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ഒരു എളിയ ശ്രമം നടത്തിയിട്ടുണ്ട്. 14 പ്രധാനമന്ത്രിമാരാണ് നമ്മുടെ രാജ്യത്തെ ഭരണം നടത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചത് ജവഹർലാൽ നെഹ്റു, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അദ്ദേഹം 17 വർഷക്കാലം തുടർച്ചയായി ഇന്ത്യ ഭരിക്കുന്നുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ അന്ന് മുതൽ അദ്ദേഹത്തിന് മരണ ദിവസം വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. പിന്നീട് അദ്ദേഹത്തിന് പിൻഗാമിയായി വന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി 2 വർഷക്കാലം ഇന്ത്യ ഭരിച്ചു. പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധി 1966 മുതൽ 1977 വരെ തുടർച്ചയായി 11 വർഷം ഇന്ത്യ ഭരിച്ചു. അങ്ങനെ ഇന്ന് വരെ 14 പ്രധാനമന്ത്രിമാരാണ് നമ്മുടെ രാജ്യത്തെ ഭരിച്ചത്. ഈ പ്രധാനമന്ത്രിമാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് ഒട്ടേറെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ 73 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇന്ത്യ രാജ്യത്തെ 55 വർഷക്കാലം ഭരിക്കുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി 4 പ്രധാനമന്ത്രിമാർ, ചൗധരി ചരൺ സിംഗ്, ചന്ദ്രശേഖർ, IK ഗുജറാള്, ദേവഗൌഡ എന്നീ 4 പ്രധാനമന്ത്രിമാരെ ഇന്ത്യ രാജ്യം ഭരിക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്കും കൂട്ടായും ചേർന്ന് ഇന്ത്യ രാജ്യത്തെ 58 വർഷക്കാലം ഭരിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, ഓരോ പ്രധാനമന്ത്രിമാരുടെയും കാലത്തെ എടുത്തു പറയേണ്ട ചില നേട്ടങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, ആ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തില് നമ്മുടെ രാജ്യം ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. വിഭജനത്തിൻ്റെതായ പ്രശ്നം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ, അഭയാർത്ഥി പ്രശ്നം, ഇന്ത്യയിലുണ്ടായ കടുത്ത ദാരിദ്ര്യം, ഇങ്ങനെയുള്ള സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, ഇതിനെല്ലാം അതിജീവിച്ചാണ് ജവഹർലാൽ നെഹ്റു എന്ന ക്രാന്തദർശിയായ പ്രധാനമന്ത്രി തുടർച്ചയായി 17 വർഷം ഇന്ത്യ ഭരിച്ചത്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ഭരണാധികാരി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു. അദ്ദേഹം ഒരു ചരിത്രകാരനായിരുന്നു, ഒരു സാഹിത്യകാരനായിരുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് നല്ലൊരു സൗന്ദര്യാസ്വാദകനായിരുന്നു. കുട്ടികളെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കേണ്ടി വന്നു. അഭയാർത്ഥി പ്രശ്നങ്ങൾ, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക്, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥികളുടെ ഒരു ഒഴുക്ക് ഉണ്ടായതിന് ഫലമായിട്ട് ആ കാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയ ലഹളയിൽ പെട്ട് ഏതാണ്ട് 10 ലക്ഷത്തിലേറെ ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇന്ത്യ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകത്തിലൊക്കെ പരാമർശിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുകയുണ്ടായി. നമ്മുടെ ഖജനാവ് വളരെ
സാമ്പത്തികമായിട്ട് നമുക്ക് വളരെ പിന്നോക്കാവസ്ഥയായിരുന്നു. അതിന് പുറമെ ഗാന്ധി വധം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വധം, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയത് തൊട്ടടുത്ത വർഷമാണ്, 1948 ഗാന്ധി വധം ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് ഒരു സ്വന്തമായ ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അംബേദ്കർ കൺവീനറായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയുടെ വിപുലമായ ഒരു സമിതിയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയായി മാറിയത്. അങ്ങനെ ലോകത്തിലെ മിക്കവാറും എല്ലാ ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനകളെ കുറിച്ച് വിശദമായി പഠിച്ച് അതിലെ സാരാംശങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഭരണഘടനയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അങ്ങനെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും ഭരണഘടനയുടെ സാരാംശങ്ങളെ ഉൾപ്പെടുത്തി നമ്മുടെ രാജ്യത്തെ നിർമ്മിച്ച ഭരണഘടനയാണെന്ന് നമുക്ക് നിലവിലുള്ളത്. അങ്ങനെ ആ ഭരണഘടന നിർമ്മാണ സഭ യോഗം ചേർന്ന് 1950 ജനുവരി 26 ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലത്ത് തന്നെയാണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള സംഘർഷങ്ങൾ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ തൊട്ടടുത്ത വർഷങ്ങളിൽ ചൈനയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യ വരികയും ചൗലായി എന്ന പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരികയും ഇന്ത്യ ചീനി ബായി എന്ന് പറഞ്ഞ് ഇന്ത്യക്കാര് വിമാനത്താവളം മുതൽ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ച് ചൈനയിലെത്തിയുമാണ് തന്നെ ചൈന ഇന്ത്യയെ ആക്രമിക്കാറുണ്ട്. ആ സമയത്ത് ഇന്ത്യക്ക് ആയുധ സന്നാഹങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അതിൻ്റെതായ ഇന്ത്യയുടെ കുറെ പ്രദേശങ്ങൾ ഇപ്പോഴും ചൈനയുടെ അധീനതയിലാണ് ആ യുദ്ധത്തെ തുടർന്ന്. അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജവഹർലാൽ നെഹ്റു അടിസ്ഥാനപരമായി ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഭരണക്രമങ്ങളും അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതികൾ അദ്ദേഹം നമ്മുടെ രാജ്യത്തേക്ക് നടപ്പിലാക്കി. ആ പഞ്ചവത്സര പദ്ധതികളാണ് ഇന്നും നമ്മുടെ രാജ്യത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൃഷിക്കും വ്യവസായത്തിനും കുടിവെള്ള വിതരണത്തിനും എല്ലാം മുൻതൂക്കം, ഓരോ പദ്ധതികൾക്കും മുൻതൂക്കം നൽകുന്ന പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് പുരോഗതിയിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പഞ്ചവത്സര പദ്ധതികൾ, അതുപോലെ ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണപ്പെടുന്ന മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സയൻസ് ലബോറട്ടറികൾ, ഇതിനെല്ലാം അടിത്തറയിട്ട് ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്ര ഗവേഷണങ്ങൾ, ശൂന്യാകാശ ഗവേഷണം, ഇതിനെല്ലാം ഉപയുക്തമായ ISRO പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവരത്ന കമ്പനികൾ, ONGC, അതുപോലെ തന്നെ NTPC, ബെല്ല് മുതലായ നവരത്ന കമ്പനികൾ, ഇതിനെല്ലാം അടിത്തറയിട്ട് ജവഹർലാൽ നെഹ്റു. അപ്പൊ ഇന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ അടിത്തറയിട്ട ശക്തനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം 1964 അന്ന് കോൺഗ്രസിലെ ഏറ്റവും സൗമ്യനും ശാന്തനും ആയ ഒരാളെ അദ്ദേഹത്തിന് പിൻഗാമിയെ തെരഞ്ഞെടുത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി. പക്ഷെ ആ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലഘട്ടത്തിൽ വീണ്ടും പാകിസ്ഥാനുമായിട്ട് നമുക്ക് അതിർത്തിയിൽ സംഘർഷങ്ങളുണ്ടായി, യുദ്ധമുണ്ടായി. ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഇന്ത്യയും പാകിസ്ഥാനെ ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി സോവിയറ്റ് യൂണിയനിലേക്ക് ക്ഷണിക്കുകയും സോവിയറ്റ് യൂണിയനിലെ താഷ്കെൻഡിൽ വെച്ച് ചർച്ച നടത്തുകയും അവിടെ വെച്ചുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ആ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. പക്ഷേ ആ ചർച്ചയ്ക്കിടയിൽ അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി അവിടെ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വന്ന് ഇന്ദിരാഗാന്ധി വളരെ എനർജറ്റിക്കായ, ലോകം കണ്ട ഏറ്റവും ശക്തയായ ഒരു വനിതാ ഭരണാധികാരിയാണ് ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഒട്ടേറെ നടപടികൾ നമ്മുടെ രാജ്യത്തെ നടപ്പിലാക്കിയുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ പ്രധാനമായും ഊന്നൽ കൊടുത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇന്ദിരാഗാന്ധി മുഴക്കിയ ഒരു മുദ്രാവാക്യമാണ് ഗരീബി ഹഠാവോ, ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ആ മുദ്രാവാക്യം. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്. രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി ഇന്ത്യ ഒരു ആണവ ശക്തിയാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തത് ആ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ധീരമായ പല ഭരണപരിഷ്കാരങ്ങളും ഇതിനകത്ത് നടപ്പിലാക്കി. രാജ്യത്തെ മുൻ രാജാക്കന്മാർക്ക് നൽകിക്കൊണ്ടിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നതിലൂടെ രാജ്യത്തെ 14 സ്വകാര്യ ബാങ്കുകൾ, സിൻഡിക്കേറ്റ് ബാങ്ക്, കാനറ ബാങ്ക് ഉൾപ്പെടെയുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട 14 സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിക്കുന്നതിനും ഒക്കെ നടപടി സ്വീകരിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ ഒരു കളങ്കം എന്ന് പറയാവുന്നത് 1975 ജൂൺ 26 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയാണ്. പിന്നീട് അധികാരത്തിൽ വന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ കുറെ ആളുകൾ
ഇന്നത്തെ BJP-യുടെ മുൻഗാമികളെ അവരെല്ലാം ചേർന്ന് രൂപീകരിച്ച ജനതാ പാർട്ടിയായിരുന്നു. അതിന്റെ നേതൃത്വം മൊറാർജി ദേശായി എന്ന പ്രധാനമന്ത്രിക്കായിരുന്നു. ആ മൊറാർജി ദേശായി എന്ന പ്രധാനമന്ത്രിയുടെ കാലത്തും ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങൾ നടപടികളൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മൾ കണ്ണൂർ ജില്ലക്കാർക്ക് ഓർമ്മിക്കേണ്ട ഒരു സമ്മാനം മൊറാർജി ദേശായി നൽകിയത് പഴശ്ശി പദ്ധതിയാണ്. എങ്കിലും ആ ഗവൺമെന്റിന് മൊറാർജി ദേശായിക്ക് 2.25 വർഷമാണ് അധികാരത്തിലിരിക്കാൻ സാധിച്ചത്. അവരുടെ പാർട്ടിയിൽ പല പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ജനതാ പാർട്ടിയിലുണ്ടായ ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്ന് ചൗധരി ചരൺ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം MP-മാര് മൊറാർജി ദേശായികൾ പിന്തുണ പിൻവലിച്ച ആ ഗവൺമെന്റ് താഴെ പോയപ്പോൾ ഇന്ദിരാഗാന്ധി നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ചരൺ സിംഗിനെ പിന്തുണയ്ക്ക് ചരൺ സിംഗ് പ്രധാനമന്ത്രിയാകുകയും ചെയ്തു. പക്ഷേ ചരൺ സിംഗിനും 6 മാസക്കാലമേ പ്രധാനമന്ത്രിക്ക് സഹകരിക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ. വീണ്ടും 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നു. അങ്ങനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്ന ഇന്ദിരാഗാന്ധി ഒട്ടേറെ ധീരമായ ഭരണപരിഷ്കാര നടപടികൾ സ്വീകരിച്ചു. പക്ഷേ 1984 ഒക്ടോബർ മാസം 31-ാം തീയതി അവരുടെ ഔദ്യോഗിക വസതിയിൽ അവര് പ്രമാദത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും പ്രമാദ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അംഗരക്ഷകരാല് വെടിയേറ്റ് മരിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് പെട്ടെന്ന് സുപ്രഭാതത്തില് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കും. ഇന്ദിരാഗാന്ധിയുടെ മൂത്ത മകനായ രാജീവ് ഗാന്ധി 18 വയസ്സായി ചെറുപ്പക്കാർക്ക് വോട്ടവകാശം നൽകിയ ഒരു പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ, ടെലികോൺ മേഖലയിലെ ഈ വികസന വിപ്ലവങ്ങൾ എന്ന് പറയാ, ഇങ്ങനെയുള്ള ഈ വിപ്ലവങ്ങളെല്ലാം ചുക്കാൻ പിടിച്ചത് രാജീവ് ഗാന്ധിയായിരുന്നു. രാജീവ് ഗാന്ധി തന്റെ ഉറ്റ സുഹൃത്തായ സാം പിത്രോദ എന്ന ഒരു ഇന്ത്യൻ വംശത്തിനെ US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇന്ത്യയിലെ ഇന്ന് ഗ്രാമാന്തരങ്ങളിലെ ടെലികോം വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് കൂടുതൽ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ അധികാരം നൽകുന്നതിന് വേണ്ടി പഞ്ചായത്തി രാജ് പദ്ധതി നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചെക്ക് നൽകുന്ന നടപടിയൊക്കെ സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങൾ, ഉദാരവൽക്കരണ നയം. ഇന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് നമ്മുടെ രാജ്യത്തെ ആകെ 2 കാറുകൾ ഉണ്ടായിരുന്നു. പ്രീമിയർ കമ്പനി അംബാസഡർ 2 കാറുകൾ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള വിദേശ കമ്പനികളെല്ലാം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് ഉത്പാദനം നടത്തി ഇന്ന് കാണുന്ന എത്രയോ ബ്രാൻഡുകളുള്ള കാറുകൾ, അതുപോലെ തന്നെ ബൈക്കുകൾ. നമ്മുടെ രാജ്യത്ത് ആകെ 2 ബൈക്കുകൾ ഉണ്ടായിരുന്നു. SD-യും ബുള്ളറ്റും രാജീവ് ഗാന്ധിയുടെ കാലത്തെ. അതിനു പുറമെയാണ് ഇന്ന് കാണുന്ന ഹീറോ ഹോണ്ട, ബജാജ്, കവാസാക്കി തുടങ്ങിയ അതുപോലെ ഇങ്ങനെയുള്ള ഫോറിൻ കമ്പനികളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് അവരുമായിട്ട് കൊളാബറേഷൻ നടത്തിയിട്ടാണ് ഇന്നിങ്ങനെ വൈവിധ്യവൽക്കരണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. അങ്ങനെ ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. പിന്നീട് രാജീവ് ഗാന്ധിക്ക് ശേഷം അധികാരത്തിൽ വന്നത് കോൺഗ്രസിൽ തന്നെ പുറത്തു പോയിട്ട് വന്ന VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടമാണ്. VP സിംഗിന്റെ കൂടെ അതും പല പ്രതിപക്ഷ പാർട്ടികൾ ഒന്നു ചേർന്ന് രൂപീകരിച്ച ഒരു ഭരണകൂടമാണ് പിന്നീട് അധികാരത്തിൽ വന്നത്. പക്ഷേ VP സിംഗ് സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉടമയായ ഒരാളായിരുന്നു VP സിംഗ്. പക്ഷെ അദ്ദേഹത്തിനും അവരുടെ മുന്നണിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തിന് 1 വർഷക്കാലമേ പിന്നീട് ഭരിക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ. പിന്നീട് VP സിംഗിന് ശേഷം പിന്നീട് ചന്ദ്രശേഖർ എന്ന പ്രധാനമന്ത്രി, ചന്ദ്രശേഖർ എന്ന പ്രധാനമന്ത്രിക്ക് 7 മാസക്കാലം ഭരിച്ചുള്ളത് കോൺഗ്രസിന്റെ പിന്തുണയാണ് ചന്ദ്രശേഖർ വന്നത്. 7 മാസക്കാലം അദ്ദേഹത്തിന് ഭരിക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ. ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് രാജീവ് ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ പെരുമ്പത്തൂരിൽ വെച്ച് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്ന് 1991 നടന്ന തെരഞ്ഞെടുപ്പില് PV നരസിംഹറാവു എന്ന കോൺഗ്രസ്സുകാരനായ ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയത്. PV നരസിംഹറാവുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 18 ഭാഷകൾ അറിയാമായിരുന്ന ഒരു മഹാപണ്ഡിതനായ ആളായിരുന്നു PV നരസിംഹറാവു. പക്ഷെ അദ്ദേഹം അധികാരം നൽകുമ്പോൾ ഇന്ത്യയുടെ ഖജനാവ് വളരെ ശൂന്യമായിരുന്നു. തൊട്ടു മുമ്പത്തെ പ്രധാനമന്ത്രിയുടെ കാലത്ത് ഇന്ത്യയുടെ ഖജനാവ് കാലിയായിട്ട് ഇന്ത്യയിലെ ഖജനാവിലെ സ്വർണം കൊണ്ട് ബ്രിട്ടീഷ് ബാങ്കിൽ പണയം വെച്ചിട്ടാണ് രാജ്യത്തിന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിയും. ആ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ വളരെ ദയനീയമായ ഒരു സാഹചര്യത്തില് നരസിംഹറാവു കൈക്കൊണ്ട് ധീരമായ ഒരു ചുവടുവയ്പ്പാണ് രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു ധനകാര്യ വിദഗ്ധനെ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയാക്കി മാറ്റിയത്. റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദേശ സ്ഥാപനങ്ങളിലെ അധ്യാപകനായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയാക്കിയാണ് അദ്ദേഹം ഒരു സാമ്പത്തികമായ നമ്മുടെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തിയത്. ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നതോടുകൂടി അദ്ദേഹം നടപ്പിലാക്കിയ ന്യൂ എക്കണോമിക് പോളിസി, ആ
ആ ന്യൂ എക്കണോമിക് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ ആ 5 വർഷക്കാലം മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായിട്ട് നമ്മൾ ചൂടുവെക്കാൻ തുടങ്ങി, നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നേറാൻ തുടങ്ങി. പക്ഷേ നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഒടുവിൽ എന്നും മായ്ക്കാനാവാത്ത ഒരു കളങ്കം നമ്മുടെ രാജ്യത്തുണ്ടായത് ബാബറി മസ്ജിദ് ഹിന്ദു തീവ്രവാദികൾ നശിപ്പിച്ചു എന്നുള്ളത്. ഇന്നത്തെ കേന്ദ്രമന്ത്രിയാണ് ഉത്തർപ്രദേശിലെ BJPയുടെ ഗവൺമെന്റ് ആണ് മുൻകൈ എടുത്തതെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് നരസിംഹറാവു ആയിരുന്നു എന്നുള്ളത് ഒരു വളരെ വിഷമകരമായ അവസ്ഥയാണ്. 1996 നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രതിപക്ഷ മുന്നണിക്ക് അധികാരത്തിൽ ഐ കെ ഗുജറാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ പാർട്ടികൾക്ക് ആവശ്യത്തിന് ഭൂരിപക്ഷം ഇല്ലാതെ വന്നപ്പോൾ കോൺഗ്രസ് ഐ കെ ഗുജറാളിന് പിന്തുണ കൊടുത്തിട്ടാണ് ഐ കെ ഗുജറാൾ 1 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭരിച്ചത്. അപ്പോൾ ആ 1 വർഷം കഴിഞ്ഞ് ഐ കെ ഗുജറാളിൽ മന്ത്രിസഭ താഴെ പോയി. അതിനുശേഷം പിന്നീട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനക്കാരനായ കർണാടകക്കാരനായ ദേവഗൌഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അങ്ങനെ അതിനെ തുടർന്നാണ് ദേവഗൌഡയുടെ കാലഘട്ടത്തിന് ശേഷമാണ് 1998 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വന്നൊരവസ്ഥയിൽ പ്രതിപക്ഷത്ത് വാജ്പേയി ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. ഒരു ന്യൂനപക്ഷ മന്ത്രിസഭ വാജ്പേയി രൂപീകരിച്ചു. പക്ഷേ ആ മന്ത്രിസഭയ്ക്ക് 13 ദിവസത്തെ ആയുസേ ഉണ്ടായിരുന്നു. 13 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മന്ത്രിസഭ പാർലമെന്റിൽ വിശ്വാസ വോട്ടെടുപ്പ് പരാജയപ്പെട്ടു. അതിനെ തുടർന്ന് വീണ്ടും 1999 തെരഞ്ഞെടുപ്പ് നടത്തി. 99 തെരഞ്ഞെടുപ്പിൽ വാജ്പേയി തന്നെ BJPക്ക് തന്നെ മുൻതൂക്കം കിട്ടി. ആ കാലഘട്ടത്തിൽ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഒട്ടേറെ ധീരമായ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ കാർഗിൽ വാർ ഉണ്ടായതൊക്കെ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. വാജ്പേയി ഒരു ഹിന്ദു വിഭാഗത്തിന് മുൻതൂക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾ മതേതര മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന നല്ല പാണ്ഡിത്യമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയി എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വാജ്പേയിക്ക് ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വീണ്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ 2004 തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറ്റിക്കൊണ്ടുവന്ന ആ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിയത്. ആ കാലഘട്ടത്തിലാണ് 2008 ലോകം ഒട്ടാകെ ഉണ്ടായ ഒരു സാമ്പത്തികമായ തകർച്ച, റിസഷൻ പീരീഡിലെ ആ സാമ്പത്തിക തകർച്ചയെ അതിജീവിച്ച ലോകത്തിലെ അപൂർവ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയായിരുന്നു. അങ്ങനെ 2014 വരെ ആ ഗവൺമെന്റ് അധികാരത്തിൽ തുടർന്നു. ഒട്ടേറെ ധീരമായ നടപടികൾ ഇന്ത്യ അമേരിക്ക ആണവ കരാർ മൻമോഹൻ സിംഗിന്റെ ആദ്യത്തെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇന്ത്യ അമേരിക്ക ആണവ കരാർ നടപ്പിലാക്കി. അതിനുശേഷം 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ധീരമായ ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. പക്ഷേ ആ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടമായപ്പോൾ നിരവധി അഴിമതി ആരോപണങ്ങൾ, കൽക്കരി കുംഭകോണവും അതുപോലെ 2G കുംഭകോണം, അങ്ങനെയുള്ള നിരവധി അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് മൻമോഹൻ സിംഗിന്റെ പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. 6.5 വർഷമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തുടരുകയാണ്. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ നടപടികളൊക്കെ സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ പൗരത്വ ഭേദഗതി ബില്ല്, അതുപോലെ തന്നെ കാശ്മീരിന്റെ 370 വകുപ്പ് എടുത്തു കളഞ്ഞ നടപടി, ഇപ്പോൾ രാമക്ഷേത്രം ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിത് നടപടി, ഇങ്ങനെയുള്ള നടപടികളൊക്കെ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വ സങ്കല്പത്തിൽ വെള്ളം ചേർക്കപ്പെട്ടുവോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ജനാധിപത്യ മതേതര രാജ്യമായിട്ട് നമ്മുടെ രാജ്യം നിലകൊള്ളുമെന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു. പ്രിയമുള്ളവരെ, ഇസ്മായിൽ സാറിൻ്റെയും സ്കറിയ സാറിൻ്റെയും PM മാത്യു സാറിൻ്റെയും ഒക്കെ പ്രഭാഷണം നമ്മൾ കേട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ മോഡറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇസ്മായിൽ സാർ തൻ്റെ പ്രഭാഷണത്തിൽ വളരെ ഭംഗിയായിട്ട് ബ്രിട്ടീഷ് ചെറുത്തുനിൽപ്പിനെക്കുറിച്ച്, കർഷക കലാപങ്ങളെക്കുറിച്ച്, വനവാസി കലാപത്തെക്കുറിച്ചൊക്കെ വിശദമായി പരാമർശിച്ചു. അദ്ദേഹം നികുതി സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് അന്ന് നിലവിൽ നിന്നിരുന്ന നികുതി വ്യവസ്ഥകളായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും റൈറ്റ് വാരി വ്യവസ്ഥയും മഹൽവാരി വ്യവസ്ഥയും ഒക്കെ.
അതുപോലെ തന്നെ ശാന്താൾ കലാപവും വനവാസി കലാപങ്ങളൊക്കെ ആ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. രണ്ടാമത് നമ്മൾ സ്കറിയ സാറിൻ്റെ പ്രഭാഷണത്തിലൂടെ കടന്നു വന്നപ്പോൾ സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയിലൂടെ എന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായി നീലം കർഷക സമരവും ചമ്പാരൻ സമരവും ഖേഡ സമരവും അഹമ്മദാബാദ് സമരവും ഒക്കെ നമ്മുടെ മുമ്പിൽ പ്രതിപാദിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെയെ ഗുരുവായി സ്വീകരിച്ച ഗാന്ധിജി ഭാരതം മുഴുവൻ ചുറ്റിക്കറങ്ങി ഭാരതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പടനായകനായിട്ട് മുന്നോട്ട് വന്നതും റൗലറ്റ് നിയമത്തിലൂടെ ആ കരി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ നിസ്സഹകരണ സമരവും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റും സത്യാഗ്രഹം, ദണ്ഡിയാത്ര, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇതൊക്കെ അദ്ദേഹം വിശദമായി പ്രതിപാദിച്ചു. എന്നതോടൊപ്പം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടായി മാറണമെന്നുള്ള ചിന്ത വന്നപ്പോൾ അതിനുവേണ്ടി പദ്ധതി തയ്യാറാക്കുവാൻ മൗണ്ട് ബാറ്റൺ പദ്ധതിയിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും ഞാൻ ഈ അവസരത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയെക്കുറിച്ച് ശ്രീ PM മാത്യു സാർ സംസാരിച്ചപ്പോൾ നെഹ്റുവിൻ്റെ കാലം മുതൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വരെ അദ്ദേഹം അവലോകനം ചെയ്തു. ഈ കൂട്ടത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ കയറുമ്പോൾ അദ്ദേഹം അഭിമുഖീകരിച്ച അഭയാർത്ഥി പ്രശ്നങ്ങളും അതുപോലെ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ മുൻപോട്ട് കൊണ്ടുവരാനുള്ള പദ്ധതികളും ഒപ്പം തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവും ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് ജവഹർലാൽ നെഹ്റു അഭിമുഖീകരിച്ച വലിയ പ്രശ്നങ്ങളായിരുന്നു. നമ്മുടെ സമ്പദ്ഘടനയെ മുൻപോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം പഞ്ചവത്സര പദ്ധതികളോടൊപ്പം നടത്തിയ പ്ലാനിംഗ് കമ്മീഷൻ അത് നരേന്ദ്രമോദിയുടെ കാലമായപ്പോൾ ഇന്ന് നീതി ആയോഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1952 ഒക്ടോബർ 2 മഹാത്മജിയുടെ ജന്മദിനത്തിൽ 55 ജലസേചന പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്തതും ബക്രാൻ നംഗൽ പദ്ധതികളൊക്കെ രൂപീകൃതമാകുന്നതുമൊക്കെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വലിയ നേട്ടമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിദ്യാഭ്യാസ കമ്മീഷനുകളായ രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതിരിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ ഇതൊക്കെ നിയമിച്ചതും വിദ്യാഭ്യാസ പുരോഗതിക്കും സാംസ്കാരിക പുരോഗതിക്കും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിലേക്കുമൊക്കെ ഇന്ത്യയെ വഴിതെളിക്കുവാൻ അടിത്തറയിട്ടത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഈ അവസരത്തിൽ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മംഗളയാൻ, ചന്ദ്രയാൻ പദ്ധതികളൊക്കെ ഇന്ത്യ ഇന്ന് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കരങ്ങളുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ നയമാണ് ചേരിചേരാ നയവും പഞ്ചശീല തത്വവും. അത് നമുക്ക് ഒരിക്കലും മറന്നുകൂടാ. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലം, അതിനു മുമ്പ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലം, ഇതൊക്കെ പറയുമ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം, SSA, RMSA, നവോദയ വിദ്യാലയം, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഒന്നും നമുക്ക് വിസ്മരിച്ചുകൂടാ. ഇങ്ങനെ കാലഘട്ടങ്ങൾ കടന്ന് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലെത്തുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വെറുതെ കയ്യും കെട്ടിയിരുന്ന് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യമല്ല ഇത്. അതിൻ്റെ പിന്നിൽ ഏറെ ആളുകളുടെ അധ്വാനമുണ്ടായിരുന്നുള്ള തിരിച്ചറിവും ആ ദേശ സ്നേഹത്തിൽ വളരുവാനും രാഷ്ട്ര നിർമ്മിതിയിലും പുരോഗതിയിലും പങ്കാളികളാകുവാൻ ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു എന്ന ചിന്ത നിങ്ങളുടെ ഏവരുടെയും മനസ്സിലുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാർ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രം അറിയുകയെന്നാൽ ദേശത്തെ സ്നേഹിക്കുകയെന്നാണ്. ഭാരതത്തിന്റെ ചരിത്രം അറിഞ്ഞാലേ ഭാരതീയരായ നമുക്ക് നമ്മുടെ നാടിനെ സ്നേഹിച്ച് അറിഞ്ഞ് വളരാനാവുകയുള്ളൂ. ഓൺലൈൻ ചരിത്ര സെമിനാർ നയിച്ച തളിപ്പറമ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PM ഇസ്മായിൽ സാറിനും വിജയവാഡ ലയോള പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ VJ സ്കറിയ സാറിനും ഒപ്പം സീക്രട്ട് ഹാർട്ടിന്റെ സ്വന്തമായ മുൻ ഹെഡ് മാസ്റ്റർ PM മാത്യു സാറിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു.
ഈ ചരിത്ര സെമിനാറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട പള്ളിക്കര ജെയ്സൺ അച്ഛനെയും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ സംരംഭത്തിന് പിന്നിൽ അത്യധ്വാനം ചെയ്ത, കുഞ്ഞുങ്ങൾക്കായി തന്റെ സമയം മുഴുവനും ചെലവഴിച്ച് ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായ കുഴിവേലിൽ ബെന്നി സാറിനും, സാങ്കേതിക മികവുകൾ കൊണ്ട് ഈ സംരംഭത്തെ പൂർണ്ണമായും ഫലപ്രദമാക്കി മാറ്റിയ പ്രിയപ്പെട്ട കിരൺ സാറിനും തിരുഹൃദയ കുടുംബത്തിന്റെ നന്ദി.